കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഎം പാർട്ടി ആവശ്യപ്പെട്ടതോടെ സനീഷ് ജോർജ് രാജിസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, പറയൂ. അക്ഷയ, കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സനീഷ് ജോർജിനെ 2ാം പ്രതിയായി വിജിലൻസ് കേസിൽ പ്രതി ചേർത്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി നഗരസഭയിൽ നിന്ന് മാറി നിൽക്കുന്ന സനീഷ് ജോർജിന്റെ രാജി ഇന്ന് ചേർന്ന നഗരസഭാ പാർലമെന്റ് കമ്മിറ്റി, സിപിഎമ്മിന്റെ നഗരസഭാ പാർലമെന്റ് കമ്മിറ്റി യോഗം ആവശ്യപ്പെടുകയായിരുന്നു. ഈ യോഗത്തിൽ സിപിഎം നേതാക്കളെ രാജിസന്നദ്ധത സനീഷ് ജോർജ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ എപ്പോൾ രാജിവെക്കും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത സനീഷ് ജോർജ് വരുത്തിയിട്ടില്ല. നാളെ സനീഷ് ജോർജിനെ വിജിലൻസ് ചോദ്യം ചെയ്യുകയാണ്. നാളെ 11 മണിക്ക് വിജിലൻസിന്റെ മുട്ടം ഓഫീസിൽ ഹാജരാകണമെന്ന് സനീഷ് ജോർജിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഹാജരാകും എന്നുള്ളതാണ് അറിയുന്നത്. കുമ്പങ്കല്ലിലെ ഒരു സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സനീഷ് ജോർജ് ആണ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനോട് ഈ ഉദ്യോഗസ്ഥന് പണം നൽകണം എന്ന് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സനീഷ് ജോർജിനെ പ്രതി ചേർത്തിരിക്കുന്നത്.